നമസ്കാരം. മൊബൈൽ ഫോണുകളുടെ വരവിന് തൊട്ടു പിന്നാലെ തന്നെ സ്മാർട്ട് ഫോണുകളും സജീവമായതോടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായി ഈ സ്മാർട്ട് ഫോണുകൾ മാറിക്കഴിഞ്ഞു. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ബാങ്കിങ് ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ വ്യക്തിപരമായ കാര്യങ്ങളിലുമൊക്കെ തന്നെ ഈ ആൻഡ്രോയിഡ് സംവിധാനം ഏറെ പ്രയോജനകരമാണ് എങ്കിലും അതിനും അതിൻ്റേതായ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഏറ്റവും കൂടുതൽ ഗൂഗിൾ തന്നെയാണ് തങ്ങളുടെ സംവിധാനമായ ആൻഡ്രോയിഡിന് ചില പ്രശ്നങ്ങളുണ്ട്, ചില ഭീഷണി നേരിടുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു സന്ദേശം പുറത്തുവിട്ടിരിക്കുന്നത്. ഈ മാസം ആദ്യം തന്നെ അവർ ഇക്കാര്യം ഉപഭോക്താക്കളെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഒരുപക്ഷെ ആൻഡ്രോയിഡിൽ ഹാക്കിംഗ് നടന്നിരിക്കാനുള്ള സാധ്യതയാണ് ഇതിലൂടെ തെളിയുന്നത്. എല്ലാവരും ഇക്കാര്യത്തിൽ കരുതലോടെ ഇരിക്കണമെന്നാണ് ഗൂഗിൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാലും പലരുടെയും കൈവശമുള്ള ആൻഡ്രോയിഡ് ഫോണുകളിൽ ഇപ്പോഴും ചില പ്രശ്നങ്ങൾ അവശേഷിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സാംസങ് ആണ് ഏറ്റവും അധികം ആൻഡ്രോയിഡ് സംവിധാനം ഉപയോഗിക്കുന്നത്. കമ്പനി തന്നെ പറയുന്നത് നിങ്ങൾ വാങ്ങുന്ന 1/3 മൊബൈൽ ഫോണുകളിലും അല്ലെങ്കിൽ ഈ സ്മാർട്ട് ഫോണുകളിലൊക്കെ തന്നെ ഉപയോഗിക്കുന്നത് ഈ ആൻഡ്രോയിഡ് സാങ്കേതികവിദ്യയാണ്. അത് സാംസങ് നിർമ്മിക്കുന്നതുമാണ്. അങ്ങനെ സാംസങ്ങും ആൻഡ്രോയിഡും തമ്മിലുള്ള ആ ഒരു അഭേദ്യമായ ബന്ധം ഇപ്പോഴും ശക്തമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഭീഷണി നേരിടുന്നതായി വാർത്ത പുറത്തു വരുന്നത്. എന്നാൽ ഇത്തരം ആക്രമണത്തിന് വിധേയമായ പല മൊബൈൽ ഫോണുകളിലും വിദൂര സേവനങ്ങൾ ഇപ്പോഴും ലഭ്യമായിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. അതായത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് നമുക്ക് ആൻഡ്രോയിഡ് സംവിധാനമുള്ള മൊബൈൽ ഫോൺ കൈവശമില്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിന് തകരാറ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം നമ്മുടെ ജീവിതത്തെ ദുസ്സഹമാക്കും എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും ഗൂഗിൾ പറയുന്നത് തങ്ങൾ പരമാവധി ശ്രമിച്ച് ഇതിൻ്റെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നാണ്. അവശേഷിക്കുന്ന മറ്റ് ഫോണുകളിലൊക്കെ തന്നെ ഈ പ്രശ്നങ്ങൾ എത്രയും വേഗം തീർക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിച്ചതായിട്ടാണ് ഗൂഗിളും വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ്രോയിഡ് ആക്രമണങ്ങൾ ഗൂഗിൾ സ്ഥിരീകരിച്ച് 24 മണിക്കൂറിന് ശേഷം US സൈബർ പ്രതിരോധ ഏജൻസി നേരിട്ടാണ് മുന്നറിയിപ്പ് നൽകിയത്. ഫെഡറൽ സ്റ്റാഫ് അപ്ഡേറ്റ് ചെയ്യുകയോ ഫോണുകൾ ഉപയോഗിക്കുന്നതോ നിർത്തണം എന്നാണ് ഇപ്പോൾ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എല്ലാ സാംസങ് ഗാലക്സി ഫോണുകൾക്കും തന്നെ ഇതിൻ്റെ കൃത്യമായ അപ്ഡേറ്റ് ലഭിക്കുമെന്നാണ് ഇപ്പോൾ ഗൂഗിൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് അല്ലാതെ എന്തെങ്കിലും മറ്റ് പ്രശ്നങ്ങളുള്ളവർ അടിയന്തരമായി തന്നെ അവരുടെ സേവനദാതാക്കളുമായി ബന്ധപ്പെടുകയും അങ്ങനെ ഇതിന് പരിഹാരം കാണുകയും ചെയ്യണം എന്നാണ് കമ്പനി ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇത് ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം പലർക്കും അകാരണമായ ഭയമുണ്ടാക്കിയിട്ടുണ്ട്. കാരണം പലരുടെയും ബാങ്കിങ് ഇടപാടുകളും മറ്റും നടക്കുന്നതൊക്കെ തന്നെ ഈ ആൻഡ്രോയിഡ് സംവിധാനങ്ങൾ വഴിയാണ്, അതിൻ്റെ ആപ്പുകൾ വഴിയൊക്കെയാണ് നമ്മൾ ഈ ബാങ്കിങ്ങും മറ്റ് സാമ്പത്തിക ഇടപാടുകൾ പലതും നടത്തുന്നത്. ഇതൊക്കെ തന്നെ ഒരുപക്ഷെ ഹാക്കർമാരുടെ കൈവശം എത്തിയാൽ വലിയ തോതിലുള്ള തിരിച്ചടി നഷ്ടം തങ്ങൾക്കുണ്ടാകും എന്നുള്ള ഭീതി അവർക്കുണ്ട്. പക്ഷേ അങ്ങനെ ആരും പേടിക്കേണ്ട കാര്യമില്ല. എത്രയും വേഗം ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഗൂഗിൾ ഇപ്പോൾ അറിയിപ്പ് നൽകിയിരിക്കുന്നത്. സാധാരണഗതിയിൽ എല്ലാ സാംസങ് ഗാലക്സി ഫോണുകൾക്കും പ്രതിമാസ അപ്ഡേറ്റ് ലഭിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ കൈവശമുള്ള മൊബൈൽ ഫോണിലൊക്കെ തന്നെ അപ്ഡേറ്റ് ലഭിക്കും. ഇനി അപ്ഡേറ്റ് ലഭിച്ചില്ലെങ്കിൽ പോലും അത് വലിയ താമസമില്ലാതെ അത് ശരിയാകും എന്ന് തന്നെയാണ് കമ്പനി അറിയിക്കുന്നത്. ഏതായാലും ഈ മേഖലയിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഈ ആൻഡ്രോയിഡ് സംവിധാനം വഴി ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് പല സമയങ്ങളിലും മനുഷ്യന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സംഭവം സൂചിപ്പിക്കുന്നത്. എല്ലായിടത്തും ഹാക്കർമാർ നുഴഞ്ഞു കയറി സൈബർ ഹാക്കിംഗ് നടത്തുന്നു, സൈബർ ആക്രമണങ്ങൾ തുടരുന്നു എന്നുള്ളത് എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭീതിജനകമായൊരു അന്തരീക്ഷം തന്നെയാണ്. പലപ്പോഴും ആളുകൾ അവരുടെ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ സാങ്കേതിക കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിലുള്ള അറിവില്ലായ്മ കൊണ്ടുമൊക്കെ തന്നെയായിരിക്കാം ഇത്തരത്തിലുള്ള വലിയ ദുരന്തങ്ങളിൽ ചെന്ന് ചാടുന്നത്. ഏതായാലും ഗൂഗിളിനെ പോലെയുള്ള ഇത്രയും ലോകത്തെ ഒരു IT മേഖലയിലെ സൈബർ മേഖലയിലെ വമ്പൻ ഭീമനെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് പരിഹരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇപ്പോൾ ഉപഭോക്താക്കൾ കരുതുന്നത്.